ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിൽ. ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ മാടനാശാൻ, കുട്ടിയമ്മ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാര്യയുടെ പേര് കാളി. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനം വയൽവാരം വീട്. നാണുവാശൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ രാമൻപിള്ള ആശാൻ, തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിൻ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1891. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപു സന്ദർശിച്ച വർഷം 1895. ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷം 1912. ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയ വർഷം 1914. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം 1916. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന യജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി കുമാരനാശാൻ. യജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത് ആർക്ക്? ചട്ടമ്പി സ്വാമികൾക്ക്. അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു തൻ്റെ ഭാര്യയെക്കുറിച്ച് എഴുതിയ കൃതി കാളിമാല. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവൻ ആയവരന് സുഖത്തിനായി വരണം എന്നത് ഏത് കൃതിയിലെ വരികളാണ്? ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം 1897. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഈ വാചകമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ജാതി മീമാംസ. ശ്രീനാരായണ ഗുരു അരിയുപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം 1887. ശ്രീനാരായണ ഗുരു അരിയുപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന രചനകൾ ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവശതകം, നിർവൃതി പഞ്ചകം, ജനീന രത്നമഞ്ജരി, അദ്വൈത ദീപിക, അറിവ്, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പ ദശകം, ജാതിലക്ഷണം, ചിചട ചിന്തകം, ശിവശതകം, കുണ്ടലിനി പാട്ട്, വിനായക കാഷ്ടകം, തേവാരപദികൾ, തിരുക്കുറൽ വിവർത്തനം, ജ്ഞാനദർശനം, കാളി നാടകം, ചിദംബരാഷ്ടകം, ഇന്ദ്രിയ വൈരാഗ്യം, ശ്രീകൃഷ്ണ ദർശനം. അരിയുപ്പുറം ക്ഷേത്രവൽക്കരിച്ച വർഷം 1898. അരിയുപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് അരിയുപ്പുറം ശിവപ്രതിഷ്ഠ.